മുണ്ടൂർ കർമ്മലമാത ഇടവകയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും 144 തിരുനാൾ 27, 28 തീയതികളിലായി ആഘോഷിക്കുകയാണ്. ഡിസംബർ 16-ാം തീയതി ചൊവ്വാഴ്ച തിരുനാളിന് ഒരുക്കമായുള്ള കൊടികയറ്റവും തുടർന്ന് നവനാൾ കുർബാനകളും നൊവേനകളും നടന്നു വരുന്നു. ക്രിസ്മസിൻ്റെ ആഘോഷത്തോട് ചേർന്ന് ഇടവകയിലെ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് മുണ്ടൂർ ജനങ്ങൾക്ക് 2-3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. 1700 മുതൽ ക്രൈസ്തവ പാരമ്പര്യമുള്ള ക്രൈസ്തവ സാന്നിധ്യമുള്ള ഈ മുണ്ടൂർ ദേശം 1871 സ്വന്തമായി അവർക്ക് ഒരു ആരാധനാലയം ഉണ്ടാക്കി കിട്ടുന്നത്. അതുവരെ പറപ്പൂർ, കൊട്ടേക്കാട്, വേലൂർ, മറ്റം പള്ളികളെ തങ്ങളുടെ ആരാധനാവശ്യങ്ങൾക്കായിട്ട് അവർ ഉപയോഗിച്ചു പോന്നു. പ്രധാനമായും തൊട്ടടുത്ത് കിടക്കുന്ന പറപ്പൂർ ഇടവകയെ ആധ്യാത്മിക ആവശ്യങ്ങൾക്കുള്ള ഒരു ആലയമായിട്ട് മുണ്ടൂർ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ജലമാർഗം എത്രയും പെട്ടെന്ന് പറപ്പൂർ എത്തിച്ചേരാം എന്നുള്ള ഒരു സൗകര്യമാണ് പറപ്പൂർ ഇടവകയുമായിട്ട് മുണ്ടൂരത്തെ ക്രൈസ്തവർക്കുള്ള ബന്ധം വളരുന്നതിന് കാരണം. 1871 പറപ്പൂരിൽ നിന്നും സമാനമായി കൊടുത്ത കർമ്മലമാതാവിൻ്റെ 1.5 അടി വലിപ്പമുള്ള രൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് കേവലം ഓലകൾ കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ ചാപ്പലിലാണ് പ്രഥമ ബലി അർപ്പിക്കുന്നത്. കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിവസമായിരുന്നു ഈ പ്രതിഷ്ഠാ ദിനം. തുടർന്നങ്ങോട്ട് എല്ലാ വർഷവും ജൂലൈ മാസം 16-ാം തീയതി കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന പതിവ് ഇവിടെയുണ്ട്. ഇന്ന് ഇടവകയിൽ 1400ഓളം ഭവനങ്ങളുണ്ട്. 3 പ്രധാന തിരുനാളുകളും ഇടവകയ്ക്കുണ്ട്. തൃശ്ശൂർ അതിരൂപതയിലെ ജനങ്ങൾ തിരുനാൾ ആഘോഷങ്ങൾക്കും കുടുംബ കൂട്ടായ്മകൾക്കുമൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. തിരുനാളുകൾ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നുന്നവരാണ് തൃശ്ശൂർ ജനങ്ങൾ. കെട്ടിച്ചുവിട്ട പെണ്ണുങ്ങൾക്ക്, പെൺമക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സ്വന്തം ഇടവകയിലെ തിരുനാൾ വളരെ സന്തോഷത്തോടെ വന്ന് ആഘോഷിക്കുന്നതിന് വലിയ ഉത്സാഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയ്ക്ക് 3 പ്രധാന തിരുനാളുകളുണ്ട്. ജൂൺ മാസം 13-ാം തീയതി വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ 1962 മുതൽ ആഘോഷിച്ചു വരുന്നു. അത് പള്ളിയുടെ മുമ്പിൽ സ്ഥാപിതമായിരിക്കുന്ന കപ്പേളയിലാണ് അന്തോണീസിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അന്തോണീസിൻ്റെ നൊവേനയ്ക്ക് ആ കപ്പേളയിൽ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിലും ഉണ്ണീശോയുടെ നാമത്തിലാണ് ആ കപ്പേള പണിതിട്ടുണ്ടെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് അനേക വർഷങ്ങളായി മക്കളില്ലാതിരുന്ന ഒരു ദമ്പതികൾക്ക് ദീർഘനാളുള്ള പ്രാർത്ഥനകളുടെയും തപശ്ചര്യകളുടെയും ഫലമായി ദൈവം കനിഞ്ഞ് ഒരു ആൺകുഞ്ഞിനെ നൽകി. ആ ആൺകുഞ്ഞിനെ ലഭിച്ച സന്തോഷത്തിലാണ് ആ കുടുംബം ഉണ്ണീശോയുടെ നാമത്തിൽ പള്ളിയുടെ മുമ്പിലായി ഒരു കപ്പേള നിർമ്മിച്ചു കൊടുത്തത്.
തൃശ്ശൂർ കുന്നുംകുളം ഹൈവേയിൽ ആ ഹൈവേയോട് ചേർന്നുള്ള ഈ കപ്പേള തവണകളായി വരുന്ന റോഡുകളുടെ പുനരുദ്ധാരണത്തിൽ 2 തവണ പുതുക്കിപ്പണിയുകയുണ്ടായി. ഇപ്പോൾ ഹൈവേയുടെ പുതിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു നവീകരണ വർക്കിൻ്റെ ആലോചനയിലാണ് ഈ കപ്പേള. അനേകർക്ക് ഈ ദേവാലയത്തിന് മുൻപിലുള്ള കപ്പേള പ്രാർത്ഥനയ്ക്കും ദൈവാനുഗ്രഹത്തിനും ഒത്തിരി അവസരം നൽകുന്നുണ്ട്. ജൂലൈ മാസം 3-ാം തീയതി ഇടവകയിലെ KCYM പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ വിശ്വാസത്തിന് പിതാവായ മാർ തോമസ് ശ്ലീഹായുടെ ഊട്ടുതിരുനാൾ അത്യന്തം ആഘോഷത്തോടെ ഇവിടെ നടത്തി വരുന്നു. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവനാൾ പ്രാർത്ഥനകളോടെ ജൂലൈ മാസം 16-ാം തീയതിയും ആഘോഷിക്കുന്നു. 1980 മുതൽ ഇടവകയിൽ വിശുദ്ധ യോസേപ്പിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ ആചരിച്ചു വരുന്നു. ഡിസംബർ മാസം 26-ാം തീയതിക്ക് ശേഷം വരുന്ന ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ പ്രധാനപ്പെട്ട തിരുനാൾ ഇടവക ജനങ്ങൾ ആഘോഷിക്കുന്നത്. മുണ്ടൂർ ഇടവകയിലെ തിരുനാൾ പലതുകൊണ്ടും വളരെ വിശേഷപ്പെട്ടതാണ്. ജനബാഹുല്യം കൊണ്ടും ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ഭക്തിവിശ്വാസങ്ങൾ കൊണ്ടും ഈ ഇടവകയിലെ തിരുനാളിന് വലിയ പ്രാധാന്യമുണ്ട്. തിരുനാൾ ദിവസങ്ങളിലെ ആഘോഷ പരിപാടികൾ തൃശ്ശൂർ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വെടിക്കെട്ട് 29 യൂണിറ്റുകൾ അത്യന്തം വാശിയോടെ സംഘടിപ്പിക്കുന്ന ബാൻഡ് വാദ്യങ്ങൾ, അമ്പ് പ്രദക്ഷിണങ്ങൾ, ഇതിൽ പങ്കെടുക്കുവാൻ അന്യ ഇടവകകളിൽ നിന്ന് വരുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ, ഇതെല്ലാം മുണ്ടൂർ ഇടവകയുടെ പെരുന്നാളിന് വളരെ വിശേഷങ്ങൾ നൽകുന്നു. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലെ 44-ാമത്തെ വികാരിയാണ് ഞാൻ. അതിരൂപതയിലെ പ്രധാനപ്പെട്ട എല്ലാ ഭക്തസംഘടനകളും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഇടവകയാണ് മുണ്ടൂർ എന്ന് വളരെ സന്തോഷത്തോടെ എനിക്ക് പറയുവാൻ സാധിക്കും. ഓരോ സംഘടനയ്ക്കും പുരുഷ വനിതാ വിഭാഗങ്ങളുണ്ട്. അതിരൂപതാ തലത്തിൽ തന്നെ വിശേഷപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഭക്തസംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർ ഈ മുണ്ടൂർ ഇടവകയിൽ നിന്നുള്ളത് വളരെ സന്തോഷകരമാണ്. വിശ്വാസകാര്യങ്ങളിലും ആധ്യാത്മികതയിൽ നയിക്കുന്ന വികാരിമാരോടും അങ്ങേയറ്റം താല്പര്യവും ബഹുമാനവും പുലർത്തുന്ന ഒരു നല്ല വിഭാഗം ജനങ്ങളാണ് മുണ്ടൂർ ഇടവകയിലുള്ളത്. ഇന്ന് ഈ ഇടവക ദേവാലയം പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണ്. 3 തവണകളിലായിട്ട് പുതുക്കിപ്പണിത ദേവാലയം ഈ വർഷം പുനർനവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നവീകരണ പ്രക്രിയയിലായതുകൊണ്ട് തിരുനാളിൻ്റെ ബാഹ്യമായ ആഘോഷങ്ങൾക്ക് കുറവ് വരുത്തി ആധ്യാത്മികമായ ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ലാതെയാണ് താൽക്കാലികമായി ഉപയോഗിക്കുന്ന പാരീഷ് ഹാളിലേക്ക് തിരുനാൾ സംഘടിപ്പിക്കുന്നത്. തിരുനാളാഘോഷത്തിനായും ആത്മീയ നവീകരണത്തിനായും എല്ലാ സുഹൃത്തുക്കളെയും ഈ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസമുറക്കെ പ്രഘോഷിക്കാനുള്ള അവസരമാണ് തിരുനാളാഘോഷങ്ങൾ. സ്നേഹത്തിലും കൂട്ടായ്മയിലും പങ്കുവയ്ക്കലിലൂടെയും നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും
ആശംസകളും നേരുന്നു.